എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹോസ്പിറ്റൽ കാണിക്കുന്നു. അങ്ങോട്ടേക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ കിബ, ഹിനട്ട, ഷിനോ. ഇവര് 3 പേരും ഇപ്പോ കുറുണയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. അപ്പൊ കുട്ടപ്പൻ ഡോർ തുറക്കുന്ന കണ്ട് അത് ഹൊക്കാഗി ആന്റി ആണെന്ന് കരുതി ഹിനട്ട കുട്ടപ്പിയുടെ മുൻപിലേക്ക് ചാടി വീണ്, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോ നമ്മുടെ കുട്ടപ്പി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ കണ്ട് പേടിച്ചു പോവും. കുട്ടപ്പന് അത് കുട്ടപ്പിയാണെന്ന് മനസ്സിലായി. ഓ, നീ പേടിച്ചു പോയോ? സാരമില്ലാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ മുഖത്ത് കൈവെക്കുമ്പോ ഹിനട്ട കുട്ടപ്പിക്ക് നാണം വന്ന് അവളിപ്പോ കുട്ടപ്പനെ ഇടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ഇടി കൊണ്ട് കുട്ടപ്പൻ തെറിച്ചു പോയി വീഴുമ്പോ ഇവിടെ കുട്ടപ്പി ആവട്ടെ ഇപ്പൊ തല ചുറ്റി താഴെ വീഴും. കട്ട് ചെയ്താ ഇവിടെ കുറേണ ആവട്ടെ അവള് ബോധം വന്ന് ഇപ്പൊ ഹൊക്കാഗി ആന്റിയോട് മിസുക്കിയോടെ അവനെ പിടിച്ചോ, ഒറോച്ചിമാറുവിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങും. അതിന് ആന്റി പറയും, ഒറോച്ചിമാറു അവന് വെറും ഒരു കളിപ്പാവയായിട്ട് മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. അവനെ എത്ര ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഒരു മറുപടി പോലും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേനയ്ക്ക് ഒരുപാട് വിഷമായിട്ട് അവള് തല കുനിച്ചിരിക്കുമ്പോ ഇവിടെ ഹിനട്ട കുട്ടപ്പിക്ക് അത് കണ്ട് ഒരുപാട് സങ്കടം വരും. അപ്പൊ പുറത്തായിട്ട് നമ്മുടെ കുട്ടപ്പൻ ബഹളം വെക്കുന്നത് ഇപ്പൊ കുട്ടപ്പി കേൾക്കും. അവൾ എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പൊ പുറത്തേക്ക് തല നീട്ടുമ്പോഴായിരിക്കും, ഇത്രയും നാളും നീ പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോയില്ല, പക്ഷെ ഇപ്പോഴെങ്കിലും എനിക്ക് സാസുകയെ കണ്ടെത്താൻ പുറത്തേക്ക് പോയേ പറ്റൂ. ദയവ് ചെയ്ത് നീ എന്നെ അതിനനുവദിക്കണം. അതിന് ഹൊക്കാഗി അതിന്റെ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, തൽക്കാലം നീ പോയി റെസ്റ്റ് എടുക്ക്, നീ സമയം കളയാതെ എത്രയും പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യ്, ബാക്കിയെല്ലാം അതിനുശേഷം നോക്കാമെന്ന് പറയുമ്പോ അതിന് മാമൻ ഇവിടെ ഇല്ല, പിന്നെ എങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യുമെന്ന് ഇപ്പൊ കുട്ടപ്പൻ അവളോട് ചോദിക്കും. നമ്മുടെ ആന്റിക്ക് ഇതുവരെ ആയിട്ടും ഒറോച്ചിമാറുവിനെ കുറിച്ചും സാസുകയെ കുറിച്ചും യാതൊരു ഇൻഫർമേഷനും കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയധികം ടെൻഷൻ. ആന്റി കുട്ടപ്പനെ ചെവി പിടിച്ച് ഇപ്പൊ വീണ്ടും ഹോസ്പിറ്റലിലാക്കും. കട്ട് ചെയ്ത ഇവിടെ നെജി ആവട്ടെ ഇപ്പൊ കുട്ടപ്പിയുടെ പപ്പയായിട്ട് പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. അപ്പൊ കുട്ടപ്പി അവിടേക്ക് വന്ന് പപ്പയ്ക്കും നെജിക്കും ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് ഇപ്പൊ കാട്ടിലേക്ക് പോകും. കുട്ടപ്പി ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് വളരെയധികം പവർഫുൾ ആയി മാറിയിരിക്കുന്നു. ഒരുപാട് കത്തികള് ഒരുമിച്ച് വന്നാൽ പോലും അവൾക്കിപ്പോ യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ കുട്ടപ്പി ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഷിനോയോടും കിബയോടും സംസാരിക്കാൻ തുടങ്ങും. നമ്മളിപ്പോ ഒരുപാട് ട്രെയിനിങ് ചെയ്തു, പക്ഷെ ഇതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. നമ്മൾ പരസ്പരം സഹായിക്കണം, ഒരുപാട് മിഷൻസ് ചെയ്യണം. ഇപ്പൊ തന്നെ നമ്മുടെ കൂട്ടത്തില് ഒരാളെ കാണാനില്ല. അപ്പോഴാണ് കിബ പറയാ, നീ ഉദ്ദേശിച്ചത് സാസുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സാസുകയെക്കുറിച്ചും ഒറോച്ചിമാറുവിനെ കുറിച്ചും യാതൊരു ഇൻഫർമേഷനും ഇതുവരെ ഹൊക്കാഗിക്ക് പോലും കിട്ടിയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ പിന്നെ എങ്ങനെ അവനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സഹായിക്കാൻ കഴിയും? അപ്പൊ ഷിനോ അവൻ ചാടി എഴുന്നേറ്റ്, ഒരു വഴിയുണ്ട്, പിക്കോച്ചു. ഇനി ആ ഒരു ടെക്നിക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവര് 3 പേരും ഹൊക്കാഗി ആന്റിയോട് ആ കാര്യം പറയും. അതിന് ആന്റി പറയും, അത് വെറും ഒരു പ്രാണികളാണ്, മാത്രമല്ല അവയൊന്നും ഇപ്പൊ ജീവനോടുകൂടെ ഇല്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതിന് ഷിനോ പറയും, പിക്കോച്ചിയാണ് അവയെ ലാസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവയിൽ കുറച്ചെണ്ണമെങ്കിലും ഇപ്പോഴും ബാക്കി ഉണ്ടാകുമെന്നാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ ഒന്നും മനസ്സിലാകാതെ വണ്ടറടിച്ചു നിൽക്കും. ഉടനെ ആന്റി പറയും, പിക്കോച്ചു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വർഗമാണ്. അവരൊരു പ്രത്യേക സമയത്ത് ഒരു തരത്തിലുള്ള മുട്ടകളിടും. അത് വിരിഞ്ഞ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഈച്ചകൾ പുറത്തേക്ക് വരും. ആ ഈച്ചകൾക്ക് വളരെ പെട്ടെന്ന് സ്മെല്ല് ചെയ്ത് ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഈച്ചകളെ അത്ര പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാനും കഴിയില്ല. ഈ ഒരു സമയത്താണ് അവർ കൃത്യമായിട്ടും ആ ഒരു മുട്ടയിടുന്നത്. സോ തീർച്ചയായിട്ടും അവയെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ കണ്ടെത്താൻ കഴിയും. സാസുകയുടെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ആ പ്രാണികളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നിങ്ങൾ എല്ലാവരും പിക്കാച്ചു അതിനെ കണ്ടുപിടിക്കണം. വെറും 10% മാത്രമേ അവയെ കണ്ടുപിടിക്കാനുള്ള ചാൻസ് ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കൊരു ഷിനോബിയെ പോലും ഈ ഒരു കാര്യത്തിന് അയക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല പ്രധാന ഷിനോബി ആയിട്ടുള്ള കുറേണയും ടീംസും അവരിപ്പോ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷെ 10% ചാൻസ് അതൊരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. സോ ഇതാണ് നിങ്ങളുടെ 3 പേരുടെയും പുതിയ മിഷൻ. എത്രയും പെട്ടെന്ന് പിക്കോച്ചുവെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ടീം ലീഡർ മറ്റാരുമല്ല, സാക്ഷാൽ ഷിനോ. നിങ്ങളുടെ കൂടെ തന്നെ ഈ ഒരു മിഷന് മറ്റൊരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആന്റി ആവട്ടെ കത്തിമേലേക്ക് വലിച്ചെറിയും. അപ്പൊ കറക്റ്റായിട്ട് സീലിംഗ് തകർന്ന് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ തലയും കുത്തി താഴെ വീഴും. നമ്മുടെ ആശാൻ നൈസായിട്ട് കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവള് കുട്ടപ്പനോട് പറയും, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസ് ആണ്,
നിനക്ക് പിക്കോച്ചുവെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നീ സാസുകയ്ക്ക് വേണ്ടി ഈ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അതിനോക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനാവട്ടെ കുട്ടപ്പിയും ടീംസിന്റെയും കൂടെ ഇപ്പൊ പുറത്തേക്ക് പോകും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവന്റെ സാധനങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ സാസുകയുടെ ബാൻഡും അവൻ കയ്യിൽ കരുതും. ഇവിടെ ഹിനട്ട ആവട്ടെ അവളും ബാഗിൽ ഒരുപാട് സാധനങ്ങള് ഇപ്പൊ ആവേശത്തില് എടുത്തു വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഉപരി ഇപ്പൊ കുട്ടപ്പന്റെ കൂടെ പോകുന്നതിലാണ് ഒരുപാട് സന്തോഷം. അവൾ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പപ്പയോട് പറഞ്ഞ് അവളുടെ സാധനങ്ങളുമായിട്ട് പുറത്തേക്ക് പോകുമ്പോ അവൾ അങ്ങനെ തന്നെ നെജിയുടെ മുൻപിൽ പെട്ടുപോകും. പക്ഷെ പെട്ടെന്ന് തന്നെ വെട്ടിത്തിരിഞ്ഞ് സ്പീഡിൽ പുറത്തേക്ക് പോകുമ്പോ അവളുടെ ആവേശവും സ്പീഡും കണ്ട് നെജി തന്നെ 1 മിനിറ്റ് വണ്ടടിച്ചു പോകും. അങ്ങനെ എല്ലാ ആൾക്കാരും ഇപ്പൊ ഓടിപ്പടച്ച് ഗ്രാമത്തിന് പുറത്തെത്തി നമുക്ക് പതിയെ നടക്കാൻ ആരംഭിക്കാന്ന് പറയും. അപ്പൊ കുട്ടപ്പൻ വന്ന് ഇങ്ങനെ ഉറുമ്പേഴയും പോലെ നടന്നാല് തീർച്ചയായിട്ടും നമ്മൾ എത്താൻ ഒരുപാട് ലേറ്റ് ആവും. നമുക്ക് വേഗം പോണെന്ന് പറഞ്ഞ് അവൻ 1 2 3 എന്നെണ്ണീട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങും. കുറെ ഓടിയിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോ ഷിനോയും ബാക്കിയുള്ള ആൾക്കാരും ഇപ്പൊ ഉറുമ്പഴയും പോലെ പതിയെ നടന്നു വരുന്നതായിട്ട് കാണും. അതിന് ഷിനോ പറയും, നമ്മൾ ഇത്രയും വേഗത്തില് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡാവും. നമുക്ക് റിലാക്സ് ഒക്കെ ചെയ്ത് ചില്ല് ചെയ്ത് പതിയെ പോകാന്ന് പറയുമ്പോ കുട്ടപ്പൻ ചോദിക്കും, നമ്മൾ പതിയെ പോയാല് അതിനിടയില് അവറ്റകൾ മുട്ടയിട്ടാ പിന്നെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല. അവറ്റകൾ മഴ പെയ്തതിന് ശേഷം മാത്രമേ മുട്ടയിടുകയുള്ളൂ. അപ്പൊ കുട്ടപ്പൻ വീണ്ടും, ഇനി എങ്ങാനും അവറ്റകൾ മുട്ടയിട്ടാ നമ്മൾ എന്തു ചെയ്യും? അതിന് ഷിനോ പറയും, ഈ ഒരു മിഷന്റെ ലീഡർ അത് ഞാനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങള് നീ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. ഒരു ലീഡർ വന്നേക്കുന്നു, ഇതിനെ എങ്ങനെ സഹിക്കുന്നുവെന്ന് കുട്ടപ്പൻ കിബയോട് ചോദിക്കുമ്പോ ഒന്നും മിണ്ടണ്ട, അവനെല്ലാം സെറ്റാക്കിക്കോളൂന്ന് ഇപ്പൊ അവൻ മറുപടി പറയും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗാന്റിയും സാക്കുറയും ചേർന്ന് ഒരു മുയലിന്റെ കാല് ഇപ്പൊ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ആന്റി ഇപ്പൊ സാക്കുറയോട് ചോദിക്കുക, കുട്ടപ്പനും ടീംസും ഒരു മിഷന് പോയിട്ടുണ്ട്, നിനക്കും അവരോടൊപ്പം പോവാൻ താല്പര്യമുണ്ടോ? അതിന് സാക്കുറ പറയും, ഷീനോ അവൻ ഓൾറെഡി ഈച്ചകളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. ഹിനട്ടയ്ക്ക് അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കിബയ്ക്കും പട്ടിക്കുട്ടിക്കും അപാരമായിട്ടുള്ള സ്മെല്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിനെല്ലാം മേലെയായിട്ട് പവർഫുൾ ആയിട്ടുള്ള കുട്ടപ്പനും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. എനിക്ക് മെഡിക്കൽ നിഞ്ച ആവണം. എത്രയും പെട്ടെന്ന് എനിക്ക് ഒരുപാട് പവറുകൾ അത് സ്വായത്തമാക്കണം. ഉടനെ ആന്റി ഞെട്ടിപ്പോവും. കാരണം അവളിപ്പോ വളരെയധികം ബുദ്ധിയോടുകൂടെ ചിന്തിക്കുന്നു. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് ഒരുപാട് ട്രാവൽ ചെയ്ത് തളർന്ന് ഇപ്പൊ ഷിനോ പറയും, നമുക്കിവിടെ തൽക്കാലത്തേക്ക് ക്യാമ്പ് ചെയ്യാം. അതിന് കുട്ടപ്പൻ എന്തുപറ്റി, എന്തിനാ ഇപ്പോഴേ ഇവിടെ വിശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അപ്പോൾ ഷിനോ പറയും, ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാ മതി. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈച്ചകളും പ്രാണികളും എല്ലാവരും വിശ്രമിക്കാനായിട്ട് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മളും അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവര് ടെന്റ് കെട്ടുമ്പോഴേക്കും നമ്മുടെ കുട്ടപ്പനാവട്ടെ ആദ്യം തന്നെ ചാടിക്കേറി കിടന്നുറങ്ങാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും ഇപ്പൊ കൂർക്കം വലിച്ചുറങ്ങുമ്പോ നമ്മുടെ ഹിനട്ടക്കുട്ടപ്പയാവട്ടെ ആരും അറിയാതെ ഇപ്പൊ പുറത്തേക്ക് പോകും. ഇടയ്ക്ക് നമ്മുടെ കുട്ടപ്പന് ഒന്നിനു പോകാൻ മുട്ടി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ദൂരത്തായിട്ട് അരുവിയില് ഏതോ ഒരു പെങ്കൊച്ച് ഇപ്പൊ ഹായ് ആയിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. അത് കണ്ട് ആവേശം മൂത്ത് നമ്മുടെ ആളാവട്ടെ മാഡം എന്നൊക്കെ വിളിച്ചുകൊണ്ട് നദിയിലേക്ക് എടുത്തു ചാടും. അവൻ അരുവിയിലേക്ക് കുതിച്ച് തല ഉയർത്തി നോക്കുമ്പോ അവിടെ ആരെയും തന്നെ കാണാൻ സാധിക്കില്ല. ഇരുട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടപ്പന് അത് കുട്ടപ്പിയാണെന്ന് പിടികിട്ടിയില്ല. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ അവൻ നദിയിൽ കണ്ട ആ ഒരു ചുന്ദരി പെണ്ണിനെ കുറിച്ച് ഇപ്പൊ കിബയോട് പറയും. അവളെ കാണാൻ നല്ല അപ്സരസിനെ പോലെയായിരുന്നു, അവളുടെ എല്ലാ സംഗതികളും ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ തള്ളി മറിക്കുമ്പോ ഇവിടെ ഹിനട്ടക്കുട്ടപ്പിക്കാവട്ടെ അത് കേട്ട് കരി കേറി വരും. അത് കേട്ട് കിബ അത് ചിലപ്പോ വല്ല സ്വപ്നമായിരിക്കും എന്ന് പറയും. അപ്പൊ കുട്ടപ്പൻ ഓ ചിലപ്പോ സ്വപ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഷിനോ ആവട്ടെ ദൂരത്തായിട്ട് ഓരോ പഴങ്ങൾ കാണിച്ചു കൊടുക്കും. ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം ഈ പഴങ്ങൾ തിന്ന് നമ്മുടെ വിശപ്പടക്കാന്ന് പറയുമ്പോ കിബ പറയും, അതിൽ ചില പഴങ്ങള് അത് ശ്രദ്ധിച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. കുട്ടപ്പനാവട്ടെ അത് കേട്ട പാതി അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പഴം അത് മുഴുവനായിട്ടും തിന്ന് ഒരു സൈഡിലായിട്ട് ഇപ്പൊ ബോധം കെട്ട് ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പൊ രാത്രിയില് എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഹിനട്ടക്കുട്ടപ്പി അവള് മാത്രം ആ രാത്രിയിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കറക്റ്റായിട്ട് അവരന്വേഷിച്ച ആ ഒരു പിക്കാച്ചുവിന്റെ ഏരിയയിലേക്ക് തന്നെ ഇപ്പൊ കടന്നു വരും. ആ ഒരു ഏരിയ മുഴുവനായിട്ടും
ഇപ്പൊ വലിയൊരു റൗണ്ടിന്റെ ഉള്ളിലായിരിക്കും. അത് കണ്ട് കുട്ടപ്പൻ പറയും, ഒരിക്കൽ പോലും ഇങ്ങോട്ടൊരു മനുഷ്യജീവി പോലും വന്നതായിട്ട് തോന്നുന്നില്ല. ഇത് പിക്കാച്ചുവിന്റെ മാത്രം സ്വർഗരാജ്യമാണ്. അങ്ങോട്ട് പോകുന്നത് അത് അപകടമാണ്. കുട്ടപ്പൻ, നമ്മൾ ഓൾറെഡി ഇപ്പൊ ലേറ്റ് ആണ്, അതുകൊണ്ട് സൂക്ഷിച്ച് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് അവൻ പതിയെ പതിയെ താഴേക്ക് ഇറങ്ങുമ്പോ, അപ്പൊ ഷിനോ, ഞാനാണ് നിങ്ങളുടെ ടീം ലീഡർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ പറഞ്ഞ് എല്ലാവരും വളരെ കെയർഫുൾ ആയിട്ട് പതിയെ താഴത്തേക്ക് പോകാൻ പറഞ്ഞ് ഷിനോയും പതിയെ താഴേക്ക് പോകുമ്പോ കുട്ടപ്പനാവട്ടെ അവന് കലി കയറി. ഈ മിഷൻ കഴിയട്ടെ, നീ പുറത്തേക്ക് വായോ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് അതിന്റെ പേരിലും ഇപ്പൊ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞടി കൂടും. അടിയുടെ ഇടയിൽ കുട്ടപ്പന്റെ കൺട്രോൾ പോയി അവൻ താഴേക്ക് വീഴുമ്പോ ഷിനോയുടെ ഈച്ചക്കൂട്ടങ്ങള് അവനെ കറക്റ്റായിട്ട് താങ്ങിയെടുത്ത് സേഫ് ആയിട്ട് നിർത്തും. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ ആൾക്കാരും സേഫ് ആയിട്ട് ഇപ്പൊ താഴേക്ക് നടന്നു പോകുമ്പോ ആ സമയത്ത് മുകളിൽ മരത്തിന്റെ മേലേന്ന് 3 പേര് നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. അവര് പറയും, ഇത് ലീഫ് വില്ലേജിലെ പവർഫുൾ നിഞ്ചകളാണ്. ഒരു പക്ഷേ അവരും നമ്മളെപ്പോലെ തന്നെ പിക്കോച്ചുവിനെ പിടിക്കാൻ വന്നതായിരിക്കും. എന്ത് വില കൊടുത്തും പിക്കോച്ചുവിനെ നമുക്ക് തന്നെ സ്വന്തമാക്കണമെന്ന് അവര് ടെററായിട്ട് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.